സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 106 വാക്യം 43. പലപ്പോഴും ദൈവം അവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ ദൈവത്തോട് മത്സരിച്ചു, തങ്ങളുടെ അകൃത്യം നിമിത്തം അധോഗതി പ്രാപിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 106 സങ്കീർത്തനം 43 വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അപജയത്തിന് അഥവാ അധോഗതി പ്രാപിക്കുന്നതിന് കാരണമെന്തായിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും പുരോഗതിക്കും അധോഗതിക്കും പിന്നിൽ ഒരു ദൈവിക പ്രവർത്തനമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു പുരോഗതി ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ ആ മനുഷ്യൻ ദൈവവുമായി ഒരു ആഴമായ ബന്ധം പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രത്യാശയിലൂടെ, ആരാധനയിലൂടെ, അവിടുത്തെ വചനം അനുസരിക്കുന്നതിലൂടെ ഇത് സാധ്യമാക്കി തീർക്കാം. എന്നാൽ അപ്രകാരം ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് അഥവാ അവിടുത്തെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ജീവിക്കുമ്പോൾ അത് ആ മനുഷ്യൻ്റെ അധോഗതിക്ക് കാരണമായിത്തീരുന്നു. ദൈവത്തെ വിട്ടുപിരിഞ്ഞുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ അധോഗതിക്ക് കാരണമായിത്തീരുന്നത്. ഇതിനെ വേദപുസ്തകം പറയുന്ന പദം അകൃത്യം എന്നുള്ളതാണ്. അകൃത്യം എന്ന പദത്തിന് അർത്ഥം കൃത്യമല്ലാത്തത് എന്നുള്ളതാണ്. കൃത്യമായ എല്ലാ നടപടിക്രമങ്ങളും മനുഷ്യ ജീവിതത്തിന് ദൈവം തിരുവചനം വഴി നൽകിയിട്ടുണ്ട്. അത് അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും അനുസരിക്കുവാനും നാം പരിശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ നന്മയുടെ പര്യായങ്ങളായി അഥവാ ദൈവിക നന്മകൾ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയാകുന്നു. ഇവിടെ 106 സങ്കീർത്തനം 43 വാക്യത്തിൽ പലപ്പോഴും ദൈവം അവരെ അഥവാ ഇസ്രായേലിനെ വിടുവിച്ചു എന്നെഴുതിയിരിക്കുന്നു. അഥവാ അവർ കഷ്ടതയിലായിരുന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, അപ്പോൾ ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ അവർക്ക് വിടുതലും സ്വാതന്ത്ര്യവും ആശ്വാസവും ലഭിച്ചതിന് ശേഷം അവർ പിന്നെയും ദൈവത്തോട് മത്സരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അവർ ദൈവത്തോട് മത്സരിച്ചത്? ഇസ്രായേലിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അവർ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് അന്യ ദേവന്മാരിലേക്ക് തിരിഞ്ഞു. അത് ദൈവം വെറുക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അവർ ദൈവത്തോട് മത്സരിക്കുവാനിടയായത്. അങ്ങനെ അവരുടെ ജീവിതം കഷ്ടത കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ അവിടുന്ന് അവരുടെ കഷ്ടതയെ കടാക്ഷിക്കുകയും തൻ്റെ മാറ്റമില്ലാത്ത നിയമത്തെ അഥവാ വാഗ്ദാനങ്ങളെ ഓർത്ത് തൻ്റെ മഹാദയപ്രകാരം
ദൈവം അവരോട് കരുണ കാണിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ, നാം പുരോഗതി പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാകണം. ആമേൻ, ആമേൻ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.